ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു ബർത്ത്ഡേ പാർട്ടിക്ക് പോകാവേ. ഒരാഴ്ച മുന്നേ എടുത്ത വീഡിയോ ആണെങ്കിലും ക്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് അപ്ലോഡ് ആക്കാൻ പറ്റിയിരുന്നില്ല. ഈ മാസത്തെ അവസാനത്തെ ബർത്ത്ഡേ വ്ലോഗാണിത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ബസ്സിലാണ് ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കുന്ന സ്പോട്ടിലേക്ക് പോയത്. ചെറിയ തണുപ്പുള്ള ക്ലൈമറ്റ് ആയിരുന്നു അന്ന് വൈകിട്ട്. ചിലപ്പോൾ മഴ പെയ്യുമെന്നും കാണിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ എല്ലാ ബർത്ത്ഡേ പാർട്ടീസും നമ്മൾ വീട്ടിൽ വെച്ചല്ലേ നടത്താറ്. ഈ പ്രാവശ്യം അത് മാറ്റി നമുക്ക് പാർക്കിലാക്കാം എന്ന് വിചാരിച്ചു. ഇതാണ് ബർത്ത്ഡേ ഗേൾ ഷിഹാനി റൂമി. ബർത്ത്ഡേ പാർട്ടിക്ക് ചെല്ലാനേ നിങ്ങൾ കുറച്ചധികം വൈകിയിരുന്നു. അപ്പോഴത്തേക്ക് എല്ലാവരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഒരു ഫാമിലിയിലെ ആൾക്കാരും കൂടെ വരാനുണ്ടായിരുന്നു, കുര്യൻ ആൻഡ് ഫാമിലി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരും കൂടെ വന്നു. അങ്ങനെ കേക്ക് കട്ടിയാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. അങ്ങനെ കേക്ക് കട്ട് ചെയ്തു. ഷിഹുവിന്റെ 24th ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു അന്ന്. അങ്ങനെ കേക്ക് കട്ടിന് ശേഷം നമ്മുടെ അടുത്ത പരിപാടിയായിരുന്നു കേക്ക് കൊടുക്കൽ ചടങ്ങ്. അങ്ങനെ ഓരോരുത്തരെ വരിവരിയായി വന്ന് കേക്കുകൾ വാങ്ങി. കേക്ക് കട്ടിയത് കുറച്ചു നേരം അവിടെ സംസാരിച്ചു നിന്നപ്പോഴത്തേക്ക് അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവം അങ്ങ് മാറി. അത്രയും നേരം അത്യാവശ്യം തെളിഞ്ഞിരുന്ന ആകാശത്ത് ഇടിയും മിന്നലും ഒക്കെ വരാൻ തുടങ്ങി. വെയിറ്റ്, ഞാൻ ഇന്നത്തെ ലൊക്കേഷൻ പറഞ്ഞല്ലോ, ഇതാണ് റൈറ്റ് പാർക്ക്. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് മഴയും പെയ്തു. നല്ല അടിപൊളി മഴ. എല്ലാവരുടെ കയ്യിൽ കൊടയുമില്ല. അങ്ങനെ മഴ നനയാതെ കയറി നിൽക്കാനുള്ള സ്പോട്ട് തപ്പി ഞങ്ങൾ മഴ നനഞ്ഞുകൊണ്ട് നടന്നു. അപ്പൊ വഴിയിൽ ഈ പിള്ളേര് മഴയത്ത് ഡാൻസ് കളിക്കുന്നതും കണ്ടു. അങ്ങനെ കയറി നിൽക്കാനുള്ള ആകെയുള്ളൊരു സ്പോട്ട് പീസ് ബ്രിഡ്ജ് ആയിട്ടാണ് തോന്നിയത്. നേരത്തെ ഞാൻ ഇതിന്റെ ഒരു വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ എത്തിയപ്പോഴൊക്കെ ആണെങ്കിലോ അത്യാവശ്യം വെള്ളം എറിച്ചിലടിച്ച് ദേഹത്തോട്ടൊക്കെ വീഴുന്നുണ്ടായിരുന്നു. താനും ഇടി വെട്ടിയാനെ പാമ്പ് പിടിച്ചെന്ന് വരത്തില്ലേ, ആ അവസ്ഥയായിരുന്നു ഞങ്ങൾക്കപ്പോ. ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള കൂര റിവർ. അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒഴുക്കൊക്കെ ഉണ്ടായിരുന്നു. മഴ വരാൻ വേണ്ടി അത്യാവശ്യം കുറെ നേരം ഞങ്ങൾ ഇവിടെ കാത്തിരുന്നു. പക്ഷെ മഴയ്ക്ക് യാതൊരു ശമനവും കണ്ടിരുന്നില്ല. അങ്ങനെ എത്ര വലിയ മഴയായിരുന്നെങ്കിലും ഞങ്ങളുടെ സംസാരത്തിന് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. കുറെ നേരം ഒത്തിരി നാൾക്ക് ശേഷം കണ്ടുകൊണ്ട് തന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവിടെ നിന്നു. അങ്ങനെ മഴ ചെറുതായിട്ടൊന്ന് ശമിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾ ടാക്സി വിളിച്ച് എല്ലാവരും വീട്ടിലേക്ക് പോയി. എന്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അസ്സലാമു